പാകിസ്ഥാന് കടുത്ത വെല്ലുവിളി ഉയർത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഭീകര സംഘടനയായ പാക് താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക്കെ താലിബാൻ. അടുത്ത വർഷം സ്വന്തമായി വ്യോമസേന രൂപീകരിക്കുമെന്നാണ് TTPയുടെ പ്രഖ്യാപനം. പാകിസ്ഥാൻ സർക്കാരിനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കുന്നതിനാണ് വ്യോമസേന രൂപീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ തന്നെ ചാവേർ ആക്രമണങ്ങളിലൂടെയും മറ്റും TTP പാക് സർക്കാരിന് കടുത്ത തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇവരെ ചൊല്ലി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നിരവധി തവണ ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുണ്ട്. വ്യോമസേന രൂപീകരിക്കുന്നതോടെ പാക് സർക്കാരിന് ഇത് കൂടുതൽ തലവേദനയാകും എന്നാണ് നിരീക്ഷണം. സലിം ഹക്കാനി എന്ന TTP നേതാവിനായിരിക്കും വ്യോമസേനയുടെ ചുമതല. സംഘടനയിലെ രണ്ടാമനെന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. സംഘടനയുടെ സ്വാധീനവും പ്രവർത്തനവും കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും ഭരണപരമായ നിയന്ത്രണത്തിനുമായി പടിഞ്ഞാറൻ മേഖല, മധ്യമേഖല എന്നിങ്ങനെ 2 മേഖലകളും രൂപീകരിച്ചിട്ടുണ്ട്. സംഘടനയുടെ രാഷ്ട്രീയ കമ്മീഷന്റെ തലവനായി അസ്മത്തുള്ള മെഹ്സൂദിനെയും നിയമിച്ചു. നേരത്തെ ഇത് മൗലവി ഫക്കീർ അലിയായിരുന്നു. ഇതിനൊപ്പം സദേൺ മിലിറ്ററി സോണിന്റെ തലവനായി ഇഹ്സാനുള്ള ഇപ്പിയെയും സെൻട്രൽ മിലിറ്ററി സോണിന്റെ ഡെപ്യൂട്ടി ഹെഡായി ഹിലാൽ ഖാസിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ മാറ്റങ്ങളുണ്ടോ എന്നതും വ്യക്തമല്ല. അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് TTPക്ക് ഏറെ സ്വാധീനമുള്ളത്. ഇവിടെ പാക് സർക്കാരിന് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. സമാന്തര സർക്കാരിനെ പോലെ ഇവിടെ ഭരണനിർവഹണം നടത്തുന്നത് TTPയാണ്. ഇതിനെല്ലാമുള്ള അവസരം നൽകുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ആണെന്നാണ് പാകിസ്ഥാൻ പ്രധാനമായും ആരോപിക്കുന്നത്. എന്നാൽ താലിബാൻ ഇത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും കടുത്ത ശത്രുതയിലുമാണ്. ബലൂചിസ്ഥാനിലെ വിഘടനവാദ സംഘടനകളിൽ നിന്ന് നിരന്തരം പാകിസ്ഥാൻ സൈന്യം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇതിനൊപ്പമാണ് TTP അതിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതും. തുടക്കത്തിൽ ചെറിയ താവളം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന TTP ഇന്ന് ഒരു സമാന്തര സർക്കാർ പോലെ സ്വന്തം സേനയും ഭരണമേഖലയും പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ എത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. പാകിസ്ഥാൻ വിരുദ്ധ ഭീകര സംഘടനയായ TTPയെ പിന്തുണയ്ക്കുന്നതാണോ അതോ പാകിസ്ഥാനുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതാണോ തങ്ങളുടെ നയമെന്ന് താലിബാൻ വ്യക്തമാക്കണമെന്നാണ് അസിം മുനീർ ആവശ്യപ്പെട്ടത്. പാകിസ്ഥാനിലേക്ക് അതിക്രമിച്ചു കയറിയ ആക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദികൾ 70% അഫ്ഗാൻ പൗരന്മാരാണെന്നും അതിർത്തി കടന്നുള്ള തീവ്രവാദികളുടെ തുടർച്ചയായ സാന്നിധ്യവും നീക്കങ്ങളും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും നേരിടുന്ന വെല്ലുവിളിയാണെന്നും മുനീർ പറയുന്നുണ്ട്. അഫ്ഗാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ താലിബാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം പാകിസ്ഥാൻ നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ഇസ്ലാമിക വ്യവസ്ഥയിൽ ജിഹാദ് പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രത്തിന് മാത്രമാണെന്നും വ്യക്തിക്കോ അനൌദ്യോഗിക സംഘടനയ്ക്കോ അതിന് അവകാശമില്ലെന്നും അധികാരത്തിലുള്ളവരുടെ അനുവാദമില്ലാതെ ആർക്കും ഫത്വ പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നും അസിം മുനീർ പറഞ്ഞു. മാത്രമല്ല, മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള സൈനിക ഏറ്റുമുട്ടലിനിടെ പാകിസ്ഥാന് ദൈവിക സഹായം ലഭിച്ചതായും ആ സഹായം നിലനിന്നിരുന്നതായും മുനീർ അവകാശപ്പെട്ടിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ മേഖലയിൽ പ്രവാചകൻ സ്ഥാപിച്ച ആദ്യകാല ഇസ്ലാമിക രാജ്യവും പാകിസ്ഥാനും തമ്മിൽ സമാനതകളുണ്ടെന്നും ഇസ്ലാമിക ലോകത്ത് പാകിസ്ഥാൻ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്നുമാണ് മുനീർ കൂട്ടിച്ചേർക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.